സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ കണ്ടത് എല്ലാം ഭഗവാനിൽ ലയിച്ച് കിടന്നിരുന്നതായ പ്രപഞ്ചത്തെ പ്രളയകാലത്തിന് ശേഷം ഭഗവാൻ രണ്ടാമതും സൃഷ്ടിക്കുന്നത് ഭഗവാനല്ല, ഭഗവാൻ അതിനൊരു പ്രേരണാ ഘടകമായിട്ട് നിൽക്കണു എന്നേ ഉള്ളൂ. മായ, കാലം, ഈ രണ്ട് സംഗതികളെ ഇത് ഉപയോഗിച്ചിട്ടാണ് സൃഷ്ടി നടക്കുന്നത്. മായയാണ് സൃഷ്ടിയൊക്കെ നടത്തുന്നത്. അതിൽ കാലാക്യശക്തി, കാലം എന്ന് പറയുന്നതായിട്ടുള്ള ശക്തി, പിന്നെ ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ, ഇതിൻ്റെ സഹായത്തോടു കൂടി ഇത് രണ്ടും വളരെയേറെ ബന്ധപ്പെട്ടതാണ്. ഈ മായയും ത്രിഗുണങ്ങളും ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ, ഒന്നുണ്ടെങ്കിൽ മറ്റത് ഉണ്ടാവും ചെയ്യുന്നർത്ഥം. റെയിലിൻ്റെ മുകളിൽ കൂടെ ഓടുന്ന ട്രോളിയെ നമ്മൾ ഒന്ന് തട്ടിക്കൊടുക്കും, അപ്പോൾ അത് കുറേ ദൂരം ഓടും. അതിനൊരു ഇന്ധനമോ വേറെ യാതൊന്നും ആവശ്യമില്ല, ഈ തട്ടലിൻ്റെ ഫോഴ്സിലാണ് അത് പോകുന്നത്. അപ്പോൾ എത്രയോ ദൂരം 2, 3, 4 ആളെ വഹിച്ചു കൊണ്ട് പോകാൻ കാരണമാകുന്നത് ചെറിയൊരു ഉന്തൽ മാത്രമാണ്. മറ്റൊന്നും അയാൾ ചെയ്യുന്നില്ല. പിന്നീട് അയാൾ തന്നെ അതിൽ കയറിയിരിക്കുകയാണ്. ഇതേപോലെയാണ് ഭഗവാൻ മായയെ ത്രിഗുണങ്ങളെയും സൃഷ്ടിക്കാനായിട്ട് ഒരു തട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഒരു നോട്ടം ആദ്യം നടത്തി തൻ്റെ ഒരു പ്രേരണ ശക്തി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക, വളരെ ചെറുതായിട്ട്. ബാക്കി അങ്ങനെ നടന്നോളും എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി അതിൽ എന്താണ് ശരീരങ്ങൾ എടുത്തിട്ടുള്ള ജീവന്മാർ എന്ന് പറയുന്നത്? ചെറുതായിട്ടുള്ള ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്, ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ് ജീവൻ ലഭിച്ചുകൊണ്ട് ചലിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകം: മായാസന്നിഹിതോ പ്രവിഷ്ടവഭുഷോ സാക്ഷീതിഗീതോ ഭവാൻ ഭേദൈഷ്ടം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരാ കാലാതിപ്രതിബോധിതാദഭവത സഞ്ചോദിത സ്വയം മായാസാഖലു ബുദ്ധിതത്വമസജത്യോസൗ മഹാനുച്യതേ. ഇവിടെ പറയണം മായാസന്നിഹിത, മായയിൽ സന്നിധാനം ചെയ്തവൻ മാത്രമായവനും, അപ്രവിഷ്ടവപുഷ, മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത, പ്രവിഷ്ടം എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, അപ്രവിഷ്ടം പ്രവേശിക്കാത്തത്, അപ്രവിഷ്ടവപുഷ പ്രവേശിപ്പിക്കാത്ത വപുസ്സോടു കൂടി എന്തു ചെയ്യുന്നു? സാക്ഷി ഇതി ഗീത, ഒരു സാക്ഷി ആയിട്ട് പരമാത്മാവിൻ്റെ അംശം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. താം ഭേദൈ പ്രതിബിംബത വിവിശിവാൻ ഇവ, ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവും. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്നർത്ഥം. ഇതൊട്ടേറെ ദിക്കിൽ പറഞ്ഞിട്ടാണ് ലക്ഷ്മണോപദേശത്തിലും ജീവാത്മാവെന്നും പരമാത്മാവെന്നും പര്യായ പദം മാത്രം ലക്ഷ്മണ ഒന്നാണ്, രണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനത്താൽ. 2 എന്ന അവസ്ഥയില്ല, കേവലം 2 എന്ന തോന്നലാണ് നിലനിൽക്കുന്നത്. തോന്നലേ ഉള്ളൂ. അത് രണ്ടും 2 എന്ന അജ്ഞാനം കൊണ്ട് തോന്നുന്നു. പക്ഷേ ജ്ഞാനമുള്ളവർക്ക് അങ്ങനെ തോന്നില്ല. ജ്ഞാനമുള്ളവർക്ക് ആ ഒരു പ്രതീതി ഉണ്ടാവില്ല. അപ്പോൾ സുഖദുഃഖങ്ങളോ രാഗദ്വേഷങ്ങളോ പ്രപഞ്ചാനുഭവങ്ങളോ അവർക്ക് ഉണ്ടാവില്ല, ആർക്ക്? ജ്ഞാനികൾക്ക്.
ഇത് ശരിക്കും രണ്ടും ഒന്ന് തന്നെയാണ്. സാക്ഷീതി ഗീതക ഭവാൻ അപ്രവിഷ്ട. സാക്ഷിഭാവത്തിൽ ഭവാൻ അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്രവിഷ്ട പ്രവേശിച്ചിട്ടില്ല. പ്രവേശിക്കാത്ത വിധം ഒരു നിഴലിൻ്റെ രീതിയിൽ ശോഭിക്കുന്നു എന്നർത്ഥം. ഒരു വസ്തു പലതാവുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാവാം. ഒന്നാണ്, ഒന്ന് അതിനെ മുറിക്കുക. ഒരു ചക്ക 10 മുറിച്ചു, കേക്കിനെ 10 മുറിച്ചു, അത് 10. ഇതേപോലെ ആ കേക്കിനെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് 10. അതെങ്ങനെയാണ്? 10 കണ്ണാടിയുടെ പീസുകൾ ഉചിതമായ ആംഗിളിൽ വെച്ചാൽ മതി. 10 കേക്കിൻ്റെ പ്രതിബിംബം കാണാം അല്ലേ? അമ്പലത്തിലൊക്കെ വിളക്ക് വിഗ്രഹത്തിൻ്റെ പിന്നിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരൊറ്റ വിളക്ക് തന്നെയാണ് ഒരു 10-12 വിളക്കുകളായിട്ട് നമുക്ക് തോന്നണം. അതെന്താ കാരണം? അതിൻ്റെ പിന്നിലുള്ള കണ്ണാടികളുടെ ആ ആംഗിളിൻ്റെ സ്ഥാപനമാണ് അതിന് കാരണമാണ്. സത്യത്തിൽ വിളക്കൊന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നായ വിളക്ക് ഇവിടെ പലതായി തോന്നുന്നു. ഒന്നായ നിന്നേക രണ്ടെന്ന് കണ്ട അളവിലുണ്ടായ ഒരു ഇണ്ടൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഈ മുറിച്ച് കഴിഞ്ഞാൽ പലതാവണതും നിഴലിൻ്റെ രീതിയിൽ പലതാവണതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുറിച്ചിട്ട് നമ്മൾ പലതാക്കുമ്പോൾ യഥാർത്ഥ വസ്തു കുറഞ്ഞു വരും ഇല്ലേ? വീണ്ടും വീണ്ടും മുറിക്കുന്തോറും യഥാർത്ഥ വസ്തുവിൻ്റെ ആ വലുപ്പം അങ്ങനെ കുറഞ്ഞു വരും. അവസാനം അത് ഇല്ലാണ്ട് തന്നെ ആയിക്കൂടാന്നില്ല, മുറിച്ചിട്ട് തന്മാത്ര പോലെ. പക്ഷേ നിഴലായിട്ട് അത് പ്രതിഫലിച്ചാൽ യഥാർത്ഥ വസ്തുവിന് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇനി 1000 കണ്ണാടി ആയിക്കോട്ടെ, എത്ര എണ്ണത്തിൽ പ്രതിഫലിച്ചാലും യഥാർത്ഥ വസ്തു എന്താവണില്ല, കുറയണില്ല. അപ്പോൾ ഭഗവാൻ ഈ പ്രതിബിംബത്തിൻ്റെ രീതിയിലാണ് ജീവജാലങ്ങളിലും ശരീരത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത്. മുറിച്ചിട്ടുള്ള രീതിയിലല്ല. അപരിച്ഛിന്ന രീതി എന്ന് പറയുന്നത്. പരിച്ഛിന്ന രീതി എന്ന് പറഞ്ഞാൽ മുറിക്കുക. അപരിച്ഛിന്ന രീതി എന്ന് മുറിക്കാത്തത്. അപരിച്ഛിന്ന രീതിയിലാണ് ഭഗവാൻ പല ജീവജാലങ്ങളിലും മുറിക്കാതെ, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ പരമാത്മാവ് ഇല്ലാണ്ടാവണമല്ലോ, ഇല്ലാണ്ടേ വേണ്ടേ? അതൊരിക്കലും സംഭവിക്കണില്ല. എത്ര ജനനം നടന്നാലും എത്ര ജീവജാലങ്ങളിൽ കയറിയാലും ആ പരമാത്മാവിനൊരു കുറവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നിഴലിൻ്റെ ഇതാണ് ഇവിടെ ഭേദൈ പ്രതിബിംബതോ. പ്രതിബിംബം ആ വാക്കവിടെ വെച്ചിട്ടുണ്ട്. ഭേദൈസ്താം പ്രതിബിംബതോ വിവിഷിവാൻ. നിഴല്, പ്രതിബിംബം എന്ന് പറഞ്ഞാൽ നിഴൽ. ആ നിഴലിൻ്റെ രീതിയിൽ വിവിഷിവാൻ പ്രവേശിച്ചു. ജീവോപി നൈവാപര. ആ ജീവൻ അങ്ങ് തന്നെ ആകുന്നു, അപരനല്ല. ന അപര ജീവോപി നൈവാപര. സൃഷ്ടിയിൽ ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് വിവരിച്ചിരിക്കുകയാണ് സർവേശ്വര. അത് അങ്ങ് തന്നെയാണ്. സാക്ഷി എന്ന രീതിയിൽ പറയപ്പെട്ട അങ്ങ് പ്രതിബിംബതോ, നിഴലിൻ്റെ രീതിയിൽ വെള്ളത്തിലോ കണ്ണാടിയിലോ സൂര്യനോ മറ്റോ നിഴലിച്ച് കാണുന്നത് പോലെ പലതായി ജീവാത്മാവ് കാണും. ഒന്നായ അങ്ങ് പലതായിട്ട് കാണുന്നു. വിവിഷിവാൻ, പ്രതിബിംബതോ വിവിഷിവാൻ എന്നാണ്. അതായത് എങ്ങനെ പ്രവേശിച്ചിട്ടുണ്ട്? യഥാർത്ഥ വസ്തുവിനെ കൊണ്ടല്ല പ്രവേശിച്ചിട്ടുള്ളത്, നിഴലായിട്ടാണ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പം അത് യഥാർത്ഥ പ്രവേശനമല്ല. നിഴൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തു പ്രവേശിക്കണില്ല. യഥാർത്ഥ വസ്തു ഒന്നിലും പ്രവേശിക്കാതെ നിന്നിട്ട് അതിൻ്റെ നിഴലാണ് ആത്മാക്കളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. രണ്ടും കൂടി വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ വസ്തു അല്ല നിഴൽ. അതാണ് പ്രതിബിംബതോ വിവിഷിവാൻ ജീവോപി നൈവാപര. ആ ജീവൻ അങ്ങിൽ നിന്നും വ്യത്യസ്തനല്ല, അങ്ങ് തന്നെ ആകുന്നു. പക്ഷെ നിഴൽ രൂപത്തിൽ ആണ് എന്ന് മാത്രം. കാലാതി പ്രതിബോധിതാത ഭവത. ഈ പ്രകൃതികളൊക്കെ സൃഷ്ടിയൊക്കെ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ, പുരോഗമിക്കുമ്പോൾ എന്നർത്ഥം. അനന്തരം
പ്രകൃതിക്ഷോഭാനന്തരം. ഇതെന്തൊക്കെയായിട്ട് വരുന്നു? കാലം, കർമ്മം, സ്വഭാവം എന്നിങ്ങനെ സൃഷ്ടി വളരുകയാണ്. കാലാതി പ്രതിബോധിതാഥ ഭവത സഞ്ചോദിതാച സ്വയം മായാസാകലു ബുദ്ധിതത്വമസുജയോസൗ മഹാനുച്യതേ. ഇവിടെ ഈ കാലാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിക്കുന്നത്, വളരുന്നത്, പുരോഗമിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാലം ആദി. എന്താണ് ഇവിടെ ആദി ശബ്ദം കാണിക്കുന്നത്? കാലകർമ്മച ജീവച്ച സ്വഭാവോ ജീവ ഏവച. ഭാഗവത്തിൽ വ്യക്തമായിട്ട് പറയുക 5 കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാല ആദി. ഒന്ന് കാലം തന്നെ, പിന്നൊന്ന് കർമ്മം, പിന്നൊന്ന് സ്വഭാവം, പിന്നൊന്ന് ജീവൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു ജീവൻ്റെ കാര്യം. കാലം, കർമ്മം, സ്വഭാവം, ജീവ ഏവച. കാലം, കർമ്മച, പിന്നെ എന്നോ ദ്രവ്യശ്ച, അതുമുണ്ട് ദ്രവ്യം. ഈ 5 അത്രേ പ്രളയകാലത്ത് സൃഷ്ടി വർദ്ധിക്കുന്നതിന് പ്രേരക ശക്തികളായിട്ട് നിൽക്കുന്നത്. ജീവൻ വേണം, അത് പറഞ്ഞു. കാലം വേണം, അതും ഇവിടെ പറഞ്ഞു. കാലാദി പ്രതിബോധിതാത. ബാക്കി 3 ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ദ്രവ്യം, കർമ്മം എന്നുള്ളത്. കാലകർമ്മ, സ്വഭാവമുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ ഈ സംഗതികൾ? പയർ വിത്ത് നമ്മൾ കുഴിച്ചിട്ടു എന്ന് കൂട്ടുക. അത് കുഴിച്ചിടാൻ ഉള്ള കർമ്മത്തിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. കുഴിച്ചിടുന്ന ആ ഒരു സംഗതിയാണ് കർമ്മം. പാക്കറ്റിലിരുന്നാൽ പോരാ, അത് പൊട്ടിച്ച് മണ്ണ് ഇളക്കി കൈ കൊണ്ട് കുഴിച്ചിടണം, അല്ലേ? അതാണ് കർമ്മം. ദ്രവ്യം ഏതാണ്? പയർ വിത്താണ് ദ്രവ്യം. ഇപ്പം ദ്രവ്യം ഇല്ലാണ്ട് കാര്യം നടക്കില്ല. അത് പാക്കറ്റിലിരുന്നാലോ അപ്പോൾ കാര്യം നടക്കില്ല. അതിന് എന്ത് വേണം? കുഴിച്ചിടുക എന്നുള്ള കർമ്മം ഉണ്ടാവണം. ഇപ്പം ദ്രവ്യം, കർമ്മം, പിന്നെയാണ് കാലം. കുഴിച്ചിട്ടാൽ നയിക്കുന്ന അപ്പളേ മുളയ്ക്കില്ല. നമ്മൾ മെല്ലെ മതി എന്ന് പറഞ്ഞാൽ നടക്കൂല, വേഗം വേണമെന്ന് പറഞ്ഞാലും നടക്കില്ല. അതിനൊരു സമയമുണ്ട്. ഇത്ര കൃത്യം. അതാണ് ഈ ഈശ്വരനുണ്ട് നമ്മൾ പറയണത്. എന്തെങ്കിലും ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് 2 ആഴ്ച കൊണ്ട് മുളയ്ക്കേണ്ട പയറിനെ 1 ആഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ മുളപ്പിക്കാൻ പറ്റുമോ? അതിനുള്ള സമയത്താണ് അത് മുളയ്ക്കുള്ളൂ. ലേശം നേരത്തെ ആയിക്കോട്ടെ, പറ്റില്ല. പക്ഷെ വൈകിട്ട് മതി, ഞാൻ എവിടേക്കോ പോയിട്ട് വന്നിട്ട് മതി മുളയ്ക്കുക, അതും പറ്റില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ട്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനിൽ വിശ്വാസം നമുക്ക് വരിക. ഇതൊക്കെ ആരാ നിശ്ചയിക്കണം, ആരാ നടപ്പാക്കണം? ഇപ്പം കാലം കൃത്യമായിട്ട് അതിനൊരു സമയമുണ്ട്. ഓരോ വിത്തിനും ഓരോ സമയമായിരിക്കും. നെല്ല് വിത്ത് വെച്ചാൽ മുളയ്ക്കേണ്ട സമയം അതാവണമെന്നില്ല, പയറിൻ്റെ വിളയ്ക്കേണ്ട സമയം, ഇല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ആ സമയത്ത് കാലം. ദ്രവ്യമാണ് വിത്ത്, പ്രവൃത്തിയാണ് കുഴിച്ചിടുക എന്നത്. ഇപ്പം കർമ്മമായി ഈ സ്വഭാവം. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്ത് തന്നെയാണ് മുളയ്ക്കുന്നത്. അത് പിന്നെ അത്ഭുതമില്ലല്ലോ, അങ്ങനെ സംഭവിക്കുള്ളൂ. കുമ്പളങ്ങ കുഴിച്ചിട്ടാൽ കുമ്പളം മുളയ്ക്കും, മത്തം കുഴിച്ചിട്ടാൽ മത്തം മുളയ്ക്കും, തേങ്ങ കുഴിച്ചിട്ടാൽ തെങ്ങാണ് ഉണ്ടാവുന്നത്. ആട് പ്രസവിച്ച ആട്ടിൻകുട്ടി ഉണ്ടാവണം, മനുഷ്യൻ പ്രസവിച്ച മനുഷ്യൻകുട്ടി ഉണ്ടാവണം, അല്ലേ? തിരിച്ചധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് സ്വഭാവം എന്ന് അതിനാണ് പറയണത്. ഒന്നിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് അത് തന്നെ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്വഭാവം എന്ന് പറയണം. ഇന്നത്തെ കാര്യം ഇവിടെ പറഞ്ഞ സംഗതിയാണ് ജീവ ഏവച. ഇതൊക്കെ കഴിഞ്ഞു. കാലവും ദ്രവ്യവും കർമ്മവും സ്വഭാവവും ഉണ്ടായാലും ജീവനില്ലെങ്കിലോ? മരിച്ച കുട്ടി ചാപ്പിള്ളയാണെങ്കിൽ ഈ 4 കൊണ്ടും കാര്യമില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. കുട്ടി പറന്നു, കർമ്മമുണ്ട്, പ്രസവം, എല്ലാ കാര്യങ്ങളും. കുട്ടിക്ക് ജീവനില്ലെങ്കിലോ വേഗം കഴിഞ്ഞു പണി, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ ജീവൻ ഉണ്ടാവണം. ജീവൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ് ജീവൻ. ആ ജീവനെ ഇവിടെ പറഞ്ഞു ജീവോപി നെയ് പ്രതിബിംബതോ വിവിഷിവാൻ.
പ്രതിബിംബത്തിൻ്റെ രീതിയിൽ സർവാത്മാവായ പരമേശ്വരൻ, ഈശ്വരൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് ജീവഭാവത്തെ കൈക്കൊള്ളുന്നത്. ഇതാണ് ഈ കാല ആദി എന്ന് പറഞ്ഞത്. ജീവൻ്റെ കാര്യവും ഇവിടെ പറഞ്ഞു, പക്ഷെ ബാക്കി 3 ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താ ചോദിച്ചാൽ കർമ്മം, ദ്രവ്യം, സ്വഭാവം. ദ്രവ്യം, കർമ്മം, സ്വഭാവം ഇതൊക്കെ ചേർന്ന കാല കർമ്മ സ്വഭാവച്ച ജീവ ഏവച ദ്രവ്യം കർമ്മച കാലച്ച സ്വഭാവോ ജീവ ഏവച എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഈശ്വരൻ തന്നെയാണ് ശരിക്കും. കാലാണെങ്കിലും കർമ്മമാണെങ്കിലും ജീവനാണെങ്കിലും ദ്രവ്യമാണെങ്കിൽ ദ്രവ്യേശ്വരനല്ലേ, ഈശ്വരനാണ് ദ്രവ്യമായിട്ട് മാറുന്നത്. എല്ലാം സർവേശ്വര അവിടുന്ന് ഒന്ന് തന്നെയായിട്ട് മാറുന്നു. ഇവയാൽ സഞ്ചോദിതപ്പെട്ടിട്ട് മായാസാകലു ബുദ്ധിദത്തമസജോസവും മകാനുച്ചതേ. അങ്ങനെ സൃഷ്ടിക്കുന്നതായ ക്രമത്തിൽ ആദ്യം ഉണ്ടാവുന്ന സംഗതിയാണ് ബുദ്ധിദത്തമസജോസവും മഹാനുച്ചതേ എന്ന് പറയണത്. മഹത്തത്വം എന്നല്ല പറയുണ്ടായി. മഹത്തത്വം ഉണ്ടായിട്ട് അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. കുറേ തരത്തിലുള്ള ടൂൾസുകളൊക്കെ ഒരു പെട്ടിയിൽ അടച്ചു വെച്ചിട്ട് ആ പെട്ടി എല്ലാം കൂടി ഒരാളുടെ കയ്യിലാണെങ്കിൽ ഈ ടൂൾസുകൾ വേണ്ടതൊക്കെ അത് കിട്ടുമോ? ഈ പെട്ടിയാണ് ആദ്യം കൊടുക്കുന്നത്. ഇതിലെല്ലാം ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പം എന്തായി, മേടിക്കുന്ന ആളൊക്കെ ഓരോന്നെടുത്ത് കൊടുക്കണ്ട വേണോ? അല്ലേ, ഗാർഡിൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടാവും എൻജിൻ ഡ്രൈവറുടെ കയ്യിൽ. ആ പെട്ടി കൊണ്ട് ചാർജ് എടുത്തിട്ടാണ് കയറുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ട്രെയിനിൽ. അപ്പോൾ അത് ആ പെട്ടിയാണ് കൊടുക്കുക ചെയ്യണം അല്ലേ. ഓരോരോ ടൂൾ എടുത്തിട്ട് പുതിയ ഡ്രൈവർക്ക് കൈമാറുന്നുണ്ടോ? അതിലെല്ലാം ഉണ്ടാവും. എന്തായാലും സംഗതി ചോദിച്ചാൽ അറിയില്ല കേട്ടോ, അത് അവർക്ക് തന്നെ അറിയില്ല. പല കാര്യങ്ങളും ഉണ്ട്, അത് കൊടുക്കുകയാണ്. പെട്ടി ഒറ്റ ഒന്നേ കൊടുക്കും. പെട്ടി വന്നോ എന്നാണ് ചോദിക്കുക, പെട്ടി കിട്ടിയോ എന്നേ ചോദിക്കണ്ടു. അപ്പോൾ അതിലുള്ളതൊക്കെ അതിലുണ്ടാവും. ഓരോന്ന് നോക്കേണ്ട കാര്യമില്ല. അതുതന്നെയാണ് മഹത്വത്വം. ആ മഹത്വത്വത്തിലെല്ലാം അടങ്ങിയിട്ട് അങ്ങനൊരു തത്വം ആദ്യമായി ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവണം അത് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു പോവുകയാണ്. ഇനി അങ്ങനെ ഓരോന്ന് പറയുക. അപ്പോൾ അവിടെ പറഞ്ഞു മഹത്വത്വം മോസവും മഹാനുച്ചതേ. ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് മായയിൽ നിന്ന് ബുദ്ധിതത്വം ഉണ്ടാവുന്നു. ആ ബുദ്ധിതത്വം തന്നെയാണ് മഹത്വത്വം എന്നും പറയപ്പെടുന്നത്. ആ മഹത്വത്വത്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവണു എന്ന് തുടർന്ന് പറയുകയാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവൻ എന്ന അവസ്ഥ, മായാസന്നിഹിതോ അപ്രവിഷ്ട ബഭുഷ, നേരിട്ട് നേരിട്ട് അതിൽ പ്രവേശിക്കാതെ പ്രതിബിംബ രീതിയിൽ പ്രവേശിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ജീവൻ. നേരിട്ട് വരുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടൊരു പ്രതിബിംബം, അതാണ് ജീവൻ. ഈ ജീവൻ പ്രവേശിച്ച് അത് ജീവോപി നൈവാപര, അങ്ങയിൽ നിന്നും വേറെയല്ല. പിന്നെ എന്തൊക്കെ വേണം? കാലാദി പ്രതിബോധിത അഥ കാലാദി പ്രതിബോധിത ഭവതാ പ്രബോധിത. അവിടുന്ന് അങ്ങോട്ട് കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് ബുദ്ധിതത്വവും മഹത്തത്വവും ഉണ്ടാവുന്നു. അതിൽ നിന്നാവട്ടെ ബാക്കി കാര്യങ്ങളും ഉണ്ടാവുന്നു. അപ്രവിഷ്ട വപുസ് ആയിക്കൊണ്ട് ഭഗവാൻ ജീവനായി പ്രവേശിക്കുകയും തുടർന്നാവട്ടെ കാലം, കർമ്മം, ദ്രവ്യം മുതലായിരിക്കുന്ന സൃഷ്ടിക്ക് വേണ്ട അനിവാര്യ ഘടകങ്ങളോട് കൂടിയ മഹത്തത്വം സൃഷ്ടമാകുന്നു. ആ മഹത്തത്വം പിന്നീട് 3 പിരിഞ്ഞിട്ടും സൃഷ്ടി തുടരുകയും ചെയ്യുന്നു. അപ്രവിഷ്ട വപുഷ, നേരിട്ട് പ്രവേശിക്കാതെ ജീവൻ ആകുന്ന പരമാത്മാവ് പ്രവേശിച്ചു. പിന്നെ കാലം കൊണ്ട് പ്രവേശിച്ചു, മായയെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു, മഹത്തത്വവും സൃഷ്ടിച്ചു. മഹത്തത്വം എന്ന ആദ്യത്തെ സൃഷ്ടിയുടെ ബീജാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ജീവൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ആദ്യം പറഞ്ഞു. സാക്ഷി ഇതി ഗീതോ ഭഗവാൻ, സാക്ഷി മാത്രമാണ് ഭഗവാൻ, നേരിട്ട് പ്രവേശനമില്ല. ജീവോപി നൈവാപര, ആ ജീവനും പരമാത്മാവും ഒന്ന് തന്നെ. പിന്നെ കാലാദികളുടെ പ്രതിബോധനം കൊണ്ട്, ഇതാണ് കാലാദി, ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, 5 പറഞ്ഞു. കാലാദി
ആദി ശബ്ദം സൂചിപ്പിക്കുന്നത് ബാക്കി 4 ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. പ്രതിബോധിതാത അവ പ്രതിബോധിക്കപ്പെട്ടിട്ട് സഞ്ചോദിതാച സ്വയം ബുദ്ധിതത്വത്തിൽ നിന്ന് മഹത്തത്വം എന്നത് ഉണ്ടാവുന്നു. ആ മഹത്തത്വത്തിൽ നിന്നാവട്ടെ ബാക്കിയെല്ലാം ഉണ്ടാവുന്നു. ഈ മഹത്തത്വത്തിൽ അടങ്ങിയതാണ് പിന്നീടൊക്കെ. വേറെ 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 കാര്യങ്ങൾ മഹത്തത്വമല്ലാതെ ഉണ്ടാവുന്നില്ല എന്നർത്ഥം. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഈ മഹത്തത്വത്തിൽ നിന്നുണ്ടായതേ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. സൃഷ്ടിയുടെ ഒരു വിത്ത് എന്ന് പറയാം. വിത്തിൽ നിന്നാണല്ലോ ഇത്രയും വലിയ ചെടികൾ, അതിൽ വീണ്ടും കായകളും ഒക്കെ ഉണ്ടാവുന്നത്. ഒരു വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ വിത്ത് തന്നെയാണ് ഇവിടെ സമാനമാണ് മഹത്തത്വം എന്ന സംഗതി. അപ്പം മഹത്തത്വത്തിൻ്റെ ഉൽപ്പത്തി പറഞ്ഞു. ജീവൻ ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. പ്രതിബിംബാവസ്ഥയിലാണെന്ന് പറഞ്ഞു. കാലാദികളെ പ്രതിബോധിപ്പിച്ചിട്ടാണ് സൃഷ്ടി എന്നും പറഞ്ഞു. അങ്ങനെ മഹത്തത്വം ഉണ്ടാവുന്നു. മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ പ്രവേശിക്കാതെ, അപ്രവിഷ്ടയാണ്, പ്രവിഷ്ടയല്ല. അപ്രവിഷ്ട എന്നാണ് അവിടെ അടയാളമിട്ടിട്ടുണ്ട്. പ്രവിഷ്ട എന്ന് വായിക്കരുത്. സന്നിഹിതോ അപ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ വേദേത്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാതിപ്രതിപോതിതാഥ ഭവതാ സഞ്ചോതിതാ ച സ്വയം മായാസാകലു ബുദ്ധിതത്തമസജത് യോസൗ മഹാനുച്യതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.